So, Stephen, come back. Save your land. Save God's own country. വാടാ. പണ്ട് എപ്പോഴും കേരള രാഷ്ട്രത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ഒരേ ഒരു ഭാരത് ബെൻസ് ഗ്ലൈഡർ ടൂറിസ്റ്റ് ബസ്. മാനന്തവാടിയിലുള്ള അച്ചയൻസ് ഹോൾഡേഴ്സിൻ്റെ ആണ് അതിൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ബസ്. ഇവർക്ക് ഈ ഒരു ഗ്ലൈഡർ കൂടാതെ 2 49 സീറ്ററും 2 നൈറ്റ് സർവീസും ഒരു 34 ഒരു ട്രാവലറും ഉണ്ട്. എൻ്റെ 2 സൈഡിലായിട്ട് 49 സീറ്റർ കാണാം. ആടുതോമ എന്ന എഡിഷണൽ എമ്മിൽ സെഡസ്ത്ര ലുക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു 49 സീറ്ററും, അതുപോലെ ഗ്ലൈഡർ എന്ന് തന്നെ എഡിഷണൽ നെയിമിൽ വേഗ ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള ഒരു 49 സീറ്റർ നിങ്ങൾക്ക് കാണാം. പക്ഷെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വയനാട് ജില്ലയിലെ ഒരേ ഒരു ഗ്ലൈഡറാണ്. അപ്പം എങ്ങനെ നമുക്ക് ഡീറ്റെയിൽ നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അച്ചയൻസിൻ്റെ പേരാണ് നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവരുടെ എല്ലാ ബസ്സിനും ഈ ഒരു സെയിം ഫോട്ടോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്ലൈഡറിൻ്റെ ലുക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭാരത് ബെൻസിൻ്റെ ലോഗോ ഇവിടെ കാണാം, ബാഡ്ജിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോൾവോ ടൈപ്പ് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബസ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത് OM 926 600 എഞ്ചിൻസാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. 240 HP പവറും 850 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 7200 ഇതിൻ്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് പ്രൊഫൈൽ ലുക്കിലേക്ക് നോക്കാം. ഫുള്ളി ഫിക്സഡ് ഗ്ലാസ്സിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. MGയുടെ ഗ്ലൈഡറിൽ ഓൾറെഡി ഫിക്സഡ് ഗ്ലാസ്സിൽ ഇറങ്ങാറുള്ളത്. ഇവിടെ മെഴ്സിഡസ് ബെൻസിലുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെഴ്സിഡസ് ബെൻസിൻ്റെ ലോഗോ ഇവിടെ വലുതാക്കി കൊടുത്തിരിക്കുന്നത് കാണാം. ടോട്ടൽ 12 മീറ്ററാണ് ഈ ഒരു ബസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇവിടെയായിട്ട് ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഗ്രിൽ പോർഷൻ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ടയേഴ്സ് 295/80 22 പോയിന്റ് സൈസിലുള്ള അപ്പോളോ ടയേഴ്സാണ് വെച്ചിട്ടുള്ളത്. ക്രോമിൻ്റെ നല്ല പ്ലേറ്റ്സ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ 4 വീൽസും ഫുള്ളി എയർ സസ്പെൻഷൻ കംഫർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇതിൻ്റെ ആഡ്ബ്ലൂ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ് വരുന്നത്. 40 ലിറ്ററാണ് ഇതിൻ്റെ ആഡ്ബ്ലൂ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതിനുശേഷമുള്ള ഓപ്പണിംഗ് ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ്. ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 350 ലിറ്ററാണ്. അതുപോലെ ഇവിടെ ബാക്ക് വീൽ ടയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 4 ടയേഴ്സും എയർ സസ്പെൻഷൻ കംഫർട്ടബിൾ ടയേഴ്സാണ്. അതിനുശേഷം വരുന്നത് ഡിക്കി സ്പേസ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2 സൈഡിലും അതുപോലെ ബാക്കിലും ഇതിൻ്റെ ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്. വലിയ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ വലിയ ഡിക്കി സ്പേസ് ആണ്. അവിടെ ഇതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത്. നമുക്കിൻ്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കാം. വണ്ടി BS4 ചേസുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് ലുക്ക് നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഗ്ലൈഡറിനെക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഇവിടെ ഇതിൻ്റെ ബാക്കിലെ ഡിക്കി ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലോട്ട് നോക്കി ചിറക് വിരിച്ച പോലെ കണ്ടില്ല. 2 സൈഡിലായിട്ടും ഈ ബാക്ക് ഡിക്കിയുടെ ഓപ്പണിംഗ് 2 സൈഡിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു ഡിക്കി ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് അവിടുന്ന് ലഗേജ് നിറയ്ക്കാം, ഇവിടുന്ന് ബാക്കിൽ നിന്ന് ലഗേജ് നിറയ്ക്കാം. അതുപോലെ ഇതിൻ്റെ സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബാക്ക് പോർഷനാണ് ഇതിൻ്റെ സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഭാരത് ബെൻസിൻ്റെ ബാഡ്ജിങ് കാണാം. MGയുടെ ബാഡ്ജിങ്ങും ലോഗോ എല്ലാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പിന്നെ ഇവിടെ അച്ചയൻസ് ഗ്രൂപ്പിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ഡിക്കി സ്പേസ് വരുന്നത്. നമ്മുടെ ക്രൂവിനൊക്കെ ബാക്കിൽ വിശ്രമിക്കാൻ പറ്റിയ നീണ്ടു തുറന്ന് കിടക്കാൻ പറ്റുന്ന അത്ര ലെങ്ത് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു ഡിക്കി സ്പേസിന്. അതുപോലെ കാറ്റ് നല്ലോണം കയറും. ബാക്കിലും 2 സൈഡിലായിട്ടും ഫുള്ളി ഓപ്പൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പാസഞ്ചർ സൈഡിലായിട്ട് ഡിക്കി സ്പേസ് ഇതാ വലിയ ഡിക്കി സ്പേസ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 1, 2, 3 ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇതിൽ 1 ബാറ്ററി ബോക്സിൻ്റെ ഓപ്പണിംഗ് ആണ്. 2 12 വോൾട്ട് ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. ഒരു സെൻറ്ററിൽ ഫുള്ളി ഒരു ഡിക്കി സ്പേസ് ആണ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതും 2 തട്ടായിട്ടാണ്, താഴെ ഉണ്ട് മുകളിലും ഉണ്ട്. 2 തട്ടായിട്ട് നല്ലൊരു ഡിക്കി സ്പേസ് ആണ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അച്ചയൻസ് ഹോൾഡേഴ്സിൻ്റെ സാരഥികളാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. പിന്നെ ഇവരുടെ അച്ചയൻസ് ഹോൾഡേഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോടൊന്ന് ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ പേര് ബിജോ. ഓക്കെ. ചേട്ടൻ്റെ പേര് ബിനു. ഓക്കെ. നമ്മൾ എത്ര വർഷമായി ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ട്? ഞങ്ങൾ ആക്ച്വലി 2018 ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. ഓക്കെ. ടൂറിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്ന് തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരു ട്രാവലർ മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ഒരു ബസ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പിന്നെ ആദ്യം നമ്മൾ ആടുതോമ എന്ന ഒരു എഡിഷൻ നെയിമിൽ നമ്മളൊരു ബസ് സെഡസ്ത്ര ലുക്കിൽ, അത് BMR ആയിരുന്നു. നമ്മളത് സെഡസ്ത്രയിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് പണിയെടുപ്പിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 34 സീറ്റ് 2 എടുത്തു. 2 നമ്മളത് ഇത് മോഡൽ മാറുന്നതിനനുസരിച്ച് അത് മാറി കൊടുത്തു. ഇപ്പം നമുക്ക് മൊത്തം നൈറ്റ് സർവീസ് അടക്കം നമുക്ക് 6 വണ്ടികളുണ്ട് സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ പാർട്ട്നേഴ്സ് ഞങ്ങൾക്ക് കൂടെ 2 പേരും കൂടി ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവർ എത്തിപ്പെടെ പല പരിപാടി ആയതുകൊണ്ട് ഒരാളുടെ പേര് ജിബി, മറ്റൊരാളുടെ പേര് വിനീഷ്. പിന്നെ ഒരാൾ ഓസ്ട്രേലിയയിലുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ട് ഒരാളുണ്ട്, ജിനു എന്നാണ് പേര്. പുള്ളി ഓസ്ട്രേലിയയിലാണ്. അതെ. മാനന്തവാടി തന്നെയാണ്. ഞങ്ങൾ ബേസിക്കലി വയനാട് വെള്ളമുണ്ടയാണ് ഞങ്ങളെ മെയിനായിട്ട് പ്രോപ്പറായിട്ടുള്ള സ്ഥലം. പിന്നെ നമ്മുടെ പ്രസ്ഥാനം ബേസ് ചെയ്യുന്നത് മാനന്തവാടിയാണ്.
എങ്ങനെയായിരുന്നു ഈ ഒരു ടൂറിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരാം? മുന്നേ ഈ ബസ് മേഖലയായിട്ട് ബന്ധമുള്ളോ അതോ ആദ്യമായിട്ടാണോ? അതായത് ഞങ്ങൾ എല്ലാവരും NRIs ആയിരുന്നു, എല്ലാവരും പുറത്തായിരുന്നു. അപ്പോൾ പുറത്ത് ഞങ്ങൾ ഈ ടൂറിസം ഫീൽഡിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും ജോലി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ എന്തുകൊണ്ട് നമുക്ക് നാട്ടിലൊരു ഇതേപോലെ ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് കൊടുത്തുകൂടാ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ നാട്ടിൽ വന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ ഈ രീതിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതെ അതെ. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഭാരത് ബെൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിപ്പോ എടുത്തിട്ട് എത്ര വർഷമായി? ഇതിപ്പോ ഇല്ല, 3 മാസം ആയിട്ടേ ഉള്ളൂ ഈ വണ്ടി. നമുക്ക് വയനാട്ടിലെ ആദ്യത്തെ ഒരു വണ്ടിയാണ്. വയനാട്ടുകാർക്ക് നമ്മൾ കൊടുത്തൊരു സമ്മാനമാണിത് വയനാട്ടിലെ. അപ്പോൾ 3 മാസമായിട്ടേ ഉള്ളൂ ഈ വണ്ടി ഇറങ്ങിയിട്ട്. നൈറ്റ് സർവീസ് ഇവിടുന്ന് നൈറ്റ് സർവീസ് നമ്മൾ മാനന്തവാടിയിൽ നിന്ന് കോട്ടയത്തേക്ക്. അത് നമ്മൾ വൈകുന്നേരം 7:40 ഇവിടുന്ന് പോകും മാനന്തവാടിയിൽ നിന്ന്. അതേപോലെ തന്നെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ കോട്ടയത്ത് നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് 249 സീറ്റ്. ഇത് കാരണം ഭാരത് ബെൻസ് 45 സീറ്റ്, പിന്നെ ഒരു 34 സീറ്റ് ഇപ്പം വരാനിരിക്കുന്നു പുതിയ വണ്ടി. പിന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ എഡിഷനിൽ സൈനൂസുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു 14 സീറ്റ് ട്രാവലർ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫുള്ളി കൺവേർട്ടഡ് അർബാനിയന്റെ ആ ഒരു കൺവേർഷനിലേക്ക് മാറ്റിയിട്ട് പണിയുന്നുണ്ട്. അത് ഇത് പണിത് തീരുന്നില്ല. അപ്പൊ നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ്, നമ്മൾ സ്റ്റാഫ് എല്ലാവരും വെയിറ്റിംഗിലാണ് അതിന് വേണ്ടിയിട്ട്. വരുമ്പോ എന്തായാലും കിടിലനായിരിക്കും. വരുമ്പോ എന്തായാലും ഒരു കിടിലൻ സമ്മാനം കൂടെ നമ്മൾ വയനാട്ടുകാർക്ക് കൊടുക്കും. പുതിയ നൈറ്റ് സർവീസിൽ ഇനി നമുക്ക് പുതിയൊരു അപ്ഡേഷൻ കൂടി വരാൻ പോകുന്നുണ്ട്. നമുക്കിനി സ്ലീപ്പർ കം സീറ്റർ ബസ് നമ്മൾ MG ബോഡിയിൽ അതെ പുതിയൊരു ബസ്സും കൂടെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പം പുതിയ ഒരു ബസ്സും ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത രണ്ടാമത്തെ ഒരു ബസ്സിനെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അത് MG ബോഡിയിൽ, ഭാരത് ബെൻസിന്റെ ചേസിൽ MG ബോഡിയിൽ. ഇനിയിപ്പോ നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ വേറൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് പിന്നെ നമ്മുടെ ഭാരത് ബെൻസ് ഇപ്പോൾ ഈ ഗ്ലൈഡർ നമ്മൾ ഇരിക്കുന്ന വണ്ടി ഇപ്പോൾ 18-ാം തീയതി നമ്മൾ വേളാങ്കണ്ണിക്ക് പാക്കേജ് വെച്ചിട്ട് അതിപ്പം എല്ലാ മാസവും 18-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി നോക്കിയിട്ട് നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വയനാട്ടിൽ. അപ്പം അതും ഓരോരോ ഇതിലേക്ക് നമ്മളിങ്ങനെ മാറി കടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനലിൽ നേരുകയാണ്. വയനാട്ടുകാർക്ക് പുത്തൻ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമുക്ക് ഇന്റീരിയർ ലുക്കിലേക്ക് പോവാം. ടോട്ടൽ 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് 2x2 ലേഔട്ടിൽ ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഓരോ സീറ്റിന്റെയും കംഫർട്ട് നമുക്ക് നോക്കാം. ഹരിതയുടെ സീറ്റുകളാണ് ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ റിക്ലൈനിങ് നോക്കാം. ഇത്രയധികം റിക്ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് ഒരു സെമി സ്ലീപ്പർ കംഫർട്ടിൽ ഉറങ്ങി പോകാട്ടോ. ഒരു 2 സൈഡിലായിട്ട് ഒരു സീറ്റിന് ആംപ് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. USB ചാർജിംഗ് പോർട്ട് സൈഡിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ മുകളിലായിട്ട് AC വെന്റ്, റീഡിംഗ് ലാംപ്സിന്റെ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ സീറ്റിലായിട്ടും സീറ്റ് ബെൽറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്ലൈഡർ ബോഡിയുടെ പ്രത്യേകതയാണ് ഈ ഒരു സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. വലിയൊരു ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ടോപ്പ് തൊട്ട് നമ്മൾ ഇരിക്കുന്ന ആളുടെ സീറ്റിന്റെ അനുസരിച്ച് വരെ വലിയൊരു ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പാസഞ്ചേഴ്സിന് പുറത്തേക്കുള്ള വ്യൂ അതിമനോഹരമായിരിക്കും. വർമാസിന്റെ ഓഡിയോസ് ആണ് ഇതിനുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതുപോലെ സബ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പൊതുവെ MGയുടെ ഗ്ലൈഡർ ബസ്സുകൾ, ഫിക്സഡ് ക്ലാസ്സുകളൊക്കെ നോർമലി എക്സിക്യൂട്ടീവ് യാത്രകൾക്കാണ് യൂസ് ചെയ്യാറുള്ളത്. അവിടെ ചാടിക്കളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂഫ് വയ്ക്കും ലൈറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. റെക്സിൻ വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള റൂഫ് കാണാം. അതുപോലെ ബർത്തിന്റെ താഴെ എല്ലായിട്ടും ക്ലോത്ത് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ടൊരു ഇതിന്റെ 45 ഇഞ്ച് TV ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് വരെ വളരെ ക്ലിയർ ആയിട്ട് കാണത്തക്ക രീതിയിലാണ് ഇതിന്റെ സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഗാങ് വേ നേരെ വരുന്നത് ഈ ബോണറ്റേരിയയിലേക്കാണ് വരുന്നത്. ബോണറ്റേരിയിൽ നിന്ന് പിന്നെയാണ് സ്റ്റെപ്പിലേക്ക് വരുന്നത്. നമ്മുടെ പുതിയ ബോഡി കോഡ് AS 053 പ്രകാരം ഇങ്ങനെയായിരിക്കും ഇനി ഒരു ഗാങ് വേ ഇതിന്റെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഇന്റീരിയറിലെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് നമുക്ക് ഡ്രൈവർ ക്യാബിൻ ലുക്കിലേക്ക് വരാം. ഭാരത് ബെൻസിന്റെ 16-24-12 മീറ്റർ ചേസിന്റെ MG ഗ്ലൈഡർ നിർമ്മിച്ചിട്ടുള്ള ക്യാബിനാണ് നമ്മൾ ഇരിക്കുന്നത്. ഭാരത് ബെൻസിന് നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീൽ കാണാം. BS4 ചേസിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. കൂടാതെ ഇതിന്റെ ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് ഡയമണ്ട് ക്ലോത്തിങ് ചെയ്തിട്ട് നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചൂട് കാര്യങ്ങളൊക്കെ കുറയും. അതുപോലെ ഇതിന്റെ ഇവിടെ ആയിട്ട് ഇതിന്റെ ഇന്റീരിയർ ലൈറ്റുകളുടെ ഒക്കെ സ്വിച്ചുകളും മോണിറ്റർ, അതുപോലെ AC-യിലെ ഓപ്പറേറ്റിംഗ് സ്വിച്ച്, ഡ്രൈവർക്കുള്ള USB ചാർജിംഗ് പോർട്ട്, അതുപോലെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. ഭാരത് ബെൻസിന്റെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഇതിൽ അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഇതിന്റെ സ്വിച്ച് ഉണ്ട്, ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ ഒരു സീറ്റിന്റെ കംഫർട്ട് എന്ന് പറയുന്നത് ഡ്രൈവർക്ക് നല്ല കംഫർട്ട് കൊടുക്കുന്ന സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സ്വിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പൊക്കുവാനും അതുപോലെ ഹൈറ്റ് കുറയ്ക്കാനും ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അച്ചയൻസ് ഹോൾഡേഴ്സിന്റെ സാരഥികളുണ്ട്, അവരെ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് വിജേഷ്. ഞാനിവിടെ വള്ളിയൂർക്കാവിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോൾ ഏകദേശം 4 വർഷമായി അച്ചയൻസിൽ. എൻ്റെ പേര് ദീപു. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, കൊയിലേരി. ഞാനിപ്പോൾ 4 വർഷമായി ഇപ്പോൾ വരപ്പോൾ. ഞാൻ അച്ചയൻസിൻ്റെ ആടുതോമ.
ഞാന് ഗ്ലൈഡറിൽ. ഈ വണ്ടി തന്നെയാണ് ആ, ഈ വണ്ടി. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കുഴപ്പമൊന്നുമില്ല, ഷറാ ഉഷാറാണ്, സെറ്റാണ്. സെറ്റാണ്. കുറെ ട്രിപ്പുകളൊക്കെ എടുത്തപ്പോ? ആ 5-6 ട്രിപ്പ് ഓടിയത്. ഇപ്പൊ നമ്മൾ വന്നിട്ട് ആകെ 1-1.5-2 മാസമേ ഉള്ളൂ വണ്ടി കൊണ്ടുവന്നിട്ട്. പിന്നെ ഞാൻ ആദ്യം 49-ലായിരുന്നു, അത് കഴിഞ്ഞ് 34 പുതിയത് വന്ന് 15-ആയി. ഇപ്പൊ ഇതിനകത്ത് ഗ്ലൈഡറിലാണ്. പറയാൻ പറ്റില്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യത്തിനനുസരിച്ചിട്ട്. ഇപ്പൊ പുതിയ 34 കൂടെ വരുമ്പോൾ എന്താവും പറയാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഗ്ലൈഡറിലാണ്. ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ കേട്ടോ. എൻ്റെ പേര് അൻസാർ. ഞാൻ വെള്ളമുണ്ടയാണ് സ്ഥലം. എത്ര കൊല്ലമായി അച്ചായൻസ്? ഞാനിപ്പോൾ 5 വർഷമായി. 5 വർഷമായി. അപ്പൊ എല്ലാവർക്കും അച്ചയൻസ് ഹോളിഡേസിന്റെ ഭാരത് ബെൻസ് ഗ്ലൈഡർ, വയനാട്ടിൽ തന്നെ ഒരേ ഒരു ഭാരത് ബെൻസ് ഗ്ലൈഡർ ടൂറിസ്റ്റ് ബസ് ആണ്. അതുപോലെ അച്ചയൻസ് ഒക്ടോബർ 18 മുതൽ വേളാങ്കണ്ണി പാക്കേജ് ആരംഭിക്കുന്നുണ്ട്. അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി വരും മാസങ്ങളിലും ആ ഒരു വേളാങ്കണ്ണി പാക്കേജ് ഉണ്ടാവും. അപ്പോൾ ഇവർ നിങ്ങൾക്ക് തീർത്ഥയാത്ര, വേളാങ്കണ്ണി യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം വിജയ്.